എത്ര വലിയ ദേഷ്യവും അകറ്റാൻ ഒരു നിഷ്കളങ്കമായ പുഞ്ചിരിക്ക് സാധിക്കും. അതുകൊണ്ടാണല്ലോ ലാഫ്റ്റർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത്. ഒരു ചെറു പുഞ്ചിരിയോടെ നമുക്ക് ആരംഭിക്കാം. ഇത് സ്വിസ് എഡിടെക് അശ്വമേധം പവേർഡ് ബൈ മെറ്റാഫിസ് എജു കണക്ട് 2025 മെഡിറ്ററേനിയൻ ഹോസ്പിറ്റൽ ആൻഡ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ്. സ്വാഗതം ചെയ്യാം നമ്മളോടൊപ്പം എന്നും കൂട്ടായി നിൽക്കുന്ന അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. നമസ്കാരം. അശ്വമേധത്തിനെ ഉത്സവ ലഹരിയിൽ ആറാടിക്കുന്ന നമ്മളെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്ററിനെ സ്വാഗതം ചെയ്യാം. GS പ്രദീപ്. ഓർത്തുവച്ച് നമ്മൾ കാർഡുകൾ അയക്കാറുണ്ട് ഫെബ്രുവരി 14-ന്. മക്കൾക്കു വേണ്ടിയും കുട്ടികൾക്കു വേണ്ടിയും ദിനങ്ങൾ ആഘോഷിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരുടെ ജന്മദിനങ്ങളും മറക്കാറില്ല. എങ്കിലും ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷവും ഒക്ടോബർ 1-ൻ്റെ പ്രാധാന്യം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ലോക വയോജന ദിനത്തിൽ താങ്ങും തണലുമായ മനുഷ്യരാശിയുടെ മഹാഗണി മരങ്ങളെ മറന്നുപോവുകയാണ് നമ്മൾ. പ്രപഞ്ചത്തിലെ വഴികാട്ടികളായ എല്ലാ വയോജനങ്ങളെയും ആദരവോടെ നമസ്കരിച്ചുകൊണ്ട് സ്വാഗതം. സ്വിസ് എഡ്ടെക് അശ്വമേധം പവേർഡ് ബൈ മെറ്റാഫിസ് എജു കണക്ട് 2025 മണപ്പുറം ആൻഡ് മെഡിറ്ററേനിയൻ ഹോസ്പിറ്റൽസ്. ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത, ഈ അധ്യായത്തിൽ പങ്കെടുക്കുക അശ്വമേധം അടക്കമുള്ള ഏത് പോസിറ്റീവായ സബ്ജകൾക്കും മാർഗനിർദ്ദേശവും നൽകുകയും വഴികാട്ടുകയും ചെയ്യുന്ന വയോജനങ്ങളോടുള്ള ആദരവ് പ്രകടമാക്കുക കൂടിയാണ്. ഞങ്ങൾക്ക് കൂടുതൽ ഉപദേശങ്ങൾ നൽകാൻ സാന്നിധ്യം വഴിയും അനുഭവം കൊണ്ടും ഈ അധ്യായത്തിനെ മിഴിവുറ്റതും മികവുറ്റതുമാക്കുവാൻ അതിഥികളായി എത്തിച്ചേർന്നവർ ഇന്നുണ്ട്. ആദ്യ അതിഥിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതൊരു വാഗ്ദാനത്തിൻ്റെ സ്ഥിരപ്പെടുത്തൽ കൂടിയാണ്. ശ്രീ ദാമോദരൻ, അങ്ങേക്ക് കടന്നു വരാം അശ്വമേധത്തിൻ്റെ അരങ്ങിലേക്ക്. സർ, അങ്ങ് അശ്വമേധത്തിൽ എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷം. ഒപ്പം പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നുണ്ടാകും, എന്താണ് ഈ വാഗ്ദാനത്തിൻ്റെ സ്ഥിരപ്പെടുത്തൽ എന്ന് ഞാൻ പറഞ്ഞത് എന്ന്. പ്രേക്ഷകർ വളരെ ആവേശത്തോടെ സ്വീകരിച്ച ഒരു എപ്പിസോഡ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം, മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം നേടിയ ഒരു കലാകാരൻ അശ്വമേധത്തിൽ അതിഥിയായി എത്തിയപ്പോൾ ശ്രീപദ് എന്ന മലയാളികളുടെ അഭിമാനമായ ആ കൊച്ചു നടൻ, ആ വലിയ നടൻ, വലിയ പ്രതിഭ അശ്വമേധത്തിൽ എത്തിച്ചേർന്നപ്പോൾ അന്ന് ശ്രീപദ് ഈ കസേരയിലിരുന്നു കൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മുത്തശ്ശൻ അശ്വമേധത്തിൻ്റെ വലിയൊരു പ്രേക്ഷകനാണ്, അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് സാറിനെയൊക്കെ, അപ്പോൾ അദ്ദേഹത്തിന് അശ്വമേധത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശ്രീപദിനോട് പറഞ്ഞു, തൊട്ടടുത്ത ദിവസങ്ങളിൽ വിളിക്കുന്നത് ശരിയല്ലല്ലോ മോനെ, അടുത്ത വളരെ പെട്ടെന്ന്, എത്ര പെട്ടെന്ന് കഴിയുമോ അത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അശ്വമേധത്തിൽ ഞങ്ങൾ ക്ഷണിക്കും എന്ന് പറഞ്ഞു. അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു പങ്കെടുക്കാൻ. അച്ഛൻ മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ലായിരുന്നു. അച്ചാച്ചൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ചാച്ചൻ അധ്യാപകനായിരുന്നല്ലേ? അതെ, അച്ഛൻ അധ്യാപകനാണ്. വീട്ടിലില്ലേ? ഉണ്ട്. യാത്രയൊക്കെ ചെയ്യുന്നുണ്ടോ? പിന്നെ. അപ്പോൾ എൻ്റെ വക ഒരു ഉറപ്പ്, ഓക്കെ, ആദരണീയനായ സീനിയർ സിറ്റിസണിനെ, ആ അധ്യാപകനെ നമ്മൾ അശ്വമേധത്തിലേക്ക് ക്ഷണിക്കും, ഉറപ്പ്. അദ്ദേഹത്തിൻ്റെ പേരെന്താ? ദാമോദരൻ എന്നാണ്. ദാമോദരൻ മാഷേ, റെഡി ആയിക്കോ, നമുക്ക് അടുത്ത ഷെഡ്യൂളിൽ അശ്വമേധത്തിൽ ഒരു കൈ നോക്കാം. ഇന്നിതാ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അങ്ങെത്തി. ഉത്തര കേരളത്തിൽ നിന്നും എത്തിയ ശ്രീ ദാമോദരൻ ആര് എന്ന് നമുക്ക് അദ്ദേഹത്തിൽ നിന്നറിയാം. പക്ഷേ പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ പരിചയപ്പെടുത്താനായി അത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം നേടിയ നമ്മുടെ സ്വന്തം ശ്രീപദിൻ്റെ മുത്തച്ഛൻ കൂടിയാണ്. പറയൂ സാർ. എനിക്ക് 7ാം തരം മാത്രമേ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സാമ്പത്തികം കുറവായതുകൊണ്ട് ഹൈസ്കൂൾ ചേർത്തില്ല മാതാപിതാക്കൾ. ആ കാരണം കൊണ്ട് ഞാൻ നാട് വിട്ടു. 3 കൊല്ലത്തോളം പല സ്ഥലങ്ങളിലും വീടുകളിൽ ജോലി ചെയ്തു, അതും കുറച്ച് ഉന്നതന്മാരുടെ കൂടെ. അങ്ങനെ ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി വന്നു. വീണ്ടും ഹൈസ്കൂൾ ചേർന്നു. SLC കഴിഞ്ഞു. കുറച്ചു കാലം വീണ്ടും നാട് ചുറ്റി. അവസാനം ആദ്യം മുതൽ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്ന ഒരു അധ്യാപകനാവണമെന്ന്. അങ്ങനെ ഞാൻ ഒരധ്യാപകനായി. എന്നിൽ ആ അധ്യാപനം ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് ഞാൻ 1974 തിരുവനന്തപുരം നെടുമങ്ങാട് ആയനാട് വില്ലേജ് ഓഫീസിൽ 1 കൊല്ലം ജോലി ചെയ്തിരുന്നു. 5 മണിക്ക് ശേഷം, ഓഫീസ് ടൈമിന് ശേഷം എൻ്റെ അടുത്തുള്ള ട്യൂഷൻ സെൻറ്ററിൽ പോയി ആ 1 കൊല്ലം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അങ്ങനെ
ആ ജോലി ഗവൺമെൻറ് പിരിച്ചുവിട്ടു. ഒരു പ്രത്യേക തൊഴിൽദാന പദ്ധതിയായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. ആ കാരണം കൊണ്ട് ഒരു കൊല്ലം കഴിയുമ്പം പോയി വീണ്ടും ഞാൻ ശ്രമിച്ചു. അങ്ങനെ ഞാനൊരു അധ്യാപകനായി. എൻ്റെ അമ്മയുടെ 10 പേരമക്കൾ ഇന്ന് അധ്യാപകരാണ്. ഞാൻ 2004 റിട്ടയർ ചെയ്തു. ശ്രീപദ് മിടുക്കനാണ്. അതെ. പറയൂ സർ, സ്ഥലം പ്രോപ്പർ എവിടെയാണ്? കണ്ണൂർ ജില്ലയിൽ മാതമംഗലത്തിന് സമീപം ആ, പേരൂൽ. ശ്രീപദിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 70ആയോ? 75 വയസ്സായില്ല, മറിച്ച് 15 വയസ്സും 60 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലേ? അതെ. വാട്ട് ഈസ് യുവർ ഏജ് എന്ന് ചോദിച്ചാൽ ഐ ആം 15 years ഓഫ് ഏജ് വിത്ത് എൻ എക്സ്പീരിയൻസ് ഓഫ് 60 years. അതും 60 വർഷത്തെ ജീവിതാനുഭവങ്ങളും 15 വയസ്സ് പ്രായവും. 3 കൊല്ലത്തോളം വിദേശവാസമുണ്ട് സർ. എവിടെയായിരുന്നു സർ? ബഹ്റൈനിലായിരുന്നു. പഴയ കാലത്താണ്. അതെ. അതിനുശേഷം ഇന്നത്തെ പോലെ അത്ര കണ്ട് വികസിതമായ ബഹ്റൈനൊന്നുമല്ല. അന്ന് ഈ മറ്റൊരു രാജ്യത്തിലേക്കുള്ള, സൗദി അറേബ്യയിലേക്കുള്ള കടൽപ്പാലമൊന്നും ഇല്ലല്ലോ. ഇല്ല. അങ്ങനെ 3 വർഷം പവിഴദ്വീപിലും ബാക്കി പല സ്ഥലങ്ങളിലുമൊക്കെ യാത്ര ചെയ്തു. പല വ്യക്തികളുടെയോടൊപ്പം ജോലി ചെയ്തു. ഒടുവിൽ അധ്യാപകനായി. അടുത്ത തലമുറയിലെ 10 പേരെ അധ്യാപകരാക്കി മാറ്റുന്നതിൽ പങ്കുവഹിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചൈൽഡ് ആർട്ടിസ്റ്റിന് കഥകൾ പറഞ്ഞു കൊടുക്കുന്ന മുത്തച്ഛനായി. ഞങ്ങൾക്കൊക്കെ അനുഗ്രഹം നൽകിക്കൊണ്ട് അശ്വമേധം കാണാറുണ്ട്. ഇഷ്ടമാണ് അശ്വമേധം. ഇഷ്ടമാണ്. അപ്പോൾ ആദ്യ മേഖലയിലേക്ക് അങ്ങേമൊത്ത് പ്രവേശിക്കുന്നു. ഇവിടെ അങ്ങാണ് ഗ്രാൻഡ് മാസ്റ്റർ. ഇവിടെയല്ല, എന്നും ജീവിതാനുഭവത്തേക്കാൾ വലിയ പാഠപുസ്തകമോ അനുഭവത്തെയും പ്രായത്തെയും കൂടുതൽ വലിയ സർവകലാശാലകളോ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഫീസ് കൊടുക്കാതെ വലിയ വലിയ ജീവിത ബിരുദങ്ങൾ സമ്മാനിക്കുന്ന സർവകലാശാലകളാണല്ലോ സാർ അനുഭവങ്ങൾ. ആദ്യ മേഖലയിലേക്ക് കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. സർ, അങ്ങ് കണ്ടെത്തേണ്ട ഒരു ഉത്തരം, ആ ഒരു ഉത്തരത്തിനെ കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന ഇതാ ഇങ്ങനെ. സർ, കിസരി മോഹൻ ഗാംഗുലി. സർ, ഞാൻ പറഞ്ഞു വന്നത് ഈ കിസരി മോഹൻ ഗാംഗുലി എന്ന മനുഷ്യനെ കാരണമാണ് പല വെള്ളക്കാർക്കും, ബ്രിട്ടീഷുകാർക്കടക്കം വെള്ളക്കാർക്കൊക്കെ, വിദേശികൾക്ക്, യൂറോപ്യൻസിന് ഇത് താങ്കൾ കണ്ടെത്തേണ്ടത് എന്താണോ ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞത്. രണ്ടാമത്തെ ക്ലൂവിലേക്ക് പോകാം അല്ലേ? രണ്ടാമത്തേത്, ഇതിൻ്റെ ആദ്യ പേര് ജയസംഹിത എന്നായിരുന്നു. മൂന്നാമത്തേലേക്ക് പോകാം സർ. ബാബുഭായ് മിസ്ട്രി, അതൊരു സംവിധായകൻ്റെ പേരാണ് സർ. ആദ്യമായി ഇത് വെള്ളിത്തിരയിലേക്ക് എത്തിച്ചത് ബാബുഭായ് മിസ്ട്രിയാണ്. അന്ന് ശിവാജി ഗണേശനും പത്മിനിയും ഒക്കെയാണ് അഭിനയിച്ചത്. ഹിന്ദിയിലായിരുന്നു. ഇല്ല. നാലാമത്തേത് നമുക്കൊരു ചെറിയ സംഖ്യ കണ്ടാലോ സാർ? ഇതിലുള്ളത് 18 ഇതിലുള്ളത് ആകെയുള്ളത് 18. അഞ്ചാമത്തേലേക്ക് പോവാം. താങ്കൾ കണ്ടെത്തേണ്ടതിലുള്ളതിൽ 18 ആദ്യത്തേത് ആദിപർവവും അവസാനത്തേത് സ്വർഗാരോഹണ പർവവുമാണ്. മഹാഭാരതം ആണോ നോക്കാം. ഒന്നാമത്തെ സൂചന കിസരി മോഹൻ ഗാംഗുലി മഹാഭാരതം ആദ്യമായി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ആളാണ്. രണ്ടാമത് ജയസംഹിത, മഹാഭാരതത്തിൻ്റെ ആദ്യ ആധികാരിക നാമം ജയസംഹിത എന്നായിരുന്നു. മൂന്നാമത് ഞാൻ നൽകിയ സൂചന ബാബുഭായ് മിസ്ത്രി സംവിധാനം ചെയ്തതാണ് മഹാഭാരതത്തിൻ്റെ ആദ്യത്തെ സിനിമാവിഷ്കാരം. നാലാമത് ഞാൻ നൽകിയത് 18 എന്ന സംഖ്യയാണ്. അഞ്ചാമത് ആദിപർവം മുതൽ സ്വർഗാരോഹണ പർവം വരെയുള്ള മഹാഭാരതത്തിലെ ആദ്യ അന്തിമ അധ്യായങ്ങളെക്കുറിച്ചാണ്. ശരിയായ ഉത്തരം അനീഷ പ്ലീസ്. അങ്ങനെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോകുന്നു. ഓൾ ദ ബെസ്റ്റ് സാർ. ജൂറി ഈസ് ഇറ്റ് അപ്രൂവ്ഡ്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് അങ്ങയോടൊപ്പം യാഗം. സർ, അങ്ങ് വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ?
അതെ. മലയാളി? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ മരിച്ചു. അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം? സാഹിത്യം. താങ്ക് യു. അത് പറഞ്ഞു തരരുതായിരുന്നു. യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ 2 ചോദ്യം ലാഭിച്ചു. സാഹിത്യമാണ്. സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന മേഖല കവിത? കവിതയുണ്ട്. അല്ല, പ്രധാനം കവിതയാണ്? അല്ല. അല്ല. ചെറുകഥയോ നോവലോ ആണോ സർ പ്രധാനം? അല്ല. നാടകകൃത്ത് എന്നുള്ളതാണോ പ്രധാനം? അല്ല. വൈജ്ഞാനിക സാഹിത്യമാണോ? ശാസ്ത്ര സാഹിത്യം, ഭാഷാ സാഹിത്യം, ചരിത്ര സാഹിത്യം? താങ്ക് യു. ചരിത്രം എന്ന് താങ്കൾ പറഞ്ഞു ഇപ്പോൾ. അതെ. ആണ്. ആ. പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് സർ? ഇല്ല. ഇല്ല. ഇല്ല സർ? ഇല്ല. ചരിത്ര സാഹിത്യം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നത് സാക്ഷാൽ ശ്രീധരമേനോൻ സാറിനെയാണ്. പക്ഷേ പത്മഭൂഷൺ ലഭിച്ചു. ശ്രീധരമേനോൻ സാറിന് പത്മഭൂഷൺ കൊടുത്തു. അതല്ല. ശരി, കേരള ചരിത്രം എഴുതിയ ശ്രീധരമേനോൻ സാറല്ല, എന്നാൽ ചരിത്രമാണ് പ്രധാനം. 10 ചോദ്യങ്ങൾ യജ്ഞം. മലബാർ? അല്ല. മലബാർ അല്ല. സാർ പ്രധാനം എന്ന് പറഞ്ഞത് സ്ഥലനാമ. അത് പറയേണ്ട കാര്യമില്ല, അത് പറയേണ്ട ആവശ്യമില്ല. ടോപ്പോഗ്രാഫിക് ഹിസ്റ്ററി ആണോ സർ? ആണോ? ടോപ്പോഗ്രാഫിക് ലിറ്ററേച്ചറാണ്? അതെ. അയ്യോ, ഞാൻ അതിൽ ഇതിനേക്കാൾ സാർ ആദ്യമേ എന്നോടൊക്കെ പറഞ്ഞത് പോരായിരുന്നു. സ്ഥലനാമചരിത്രമാണ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുക. സർ 1980 ശേഷമാണോ മരിച്ചത്? 80 ശേഷമാണ് മരിച്ചത്. 2000 ശേഷമാണോ മരിച്ചത്? 2000 മരിച്ചത്. 2000 ശേഷമാണ് മരിച്ചത്? അല്ല, മുൻപാണ് മരിച്ചത്. അല്ല, സാറ് പറഞ്ഞത് കറക്റ്റാണ്. 2000 മരിച്ചതെന്നാണ്. 2000 മരിച്ചത്. മലബാറാണോ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ സ്ഥലം അല്ലാന്ന് ഞാൻ പറഞ്ഞു. അല്ലെന്ന് പറഞ്ഞോ? പറഞ്ഞു. മലബാറല്ല. തെക്കൻ കേരളമാണോ സർ? അല്ല. സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടോ സർ? ഇല്ല. സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണോ അദ്ദേഹം? സാഹിത്യ അക്കാദമി അവാർഡുണ്ട്. 16 ചോദ്യങ്ങൾ രാജസ്വയം. തുല്യനാമം ഉണ്ടായിരുന്നോ സർ? ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ രചനകളിൽ ഇപ്പോൾ നമ്മൾ ഭാഷ പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന് വെട്ടമണിയെ പറയുന്നത് പോലെ, ശബ്ദധാരാവലിക്ക് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടെ പേരോർമ്മിക്കുന്നത് പോലെ, സ്ഥലനാമചരിത്രം എന്ന് പറയുമ്പോൾ മലയാള സാഹിത്യത്തിൽ ആദ്യമായി ഓർമ്മ വരുന്ന പേര്, ഏറ്റവും പ്രധാനപ്പെട്ട പേരൊന്നാണ്. അത് പക്ഷേ മലബാറുകാരനല്ല. അതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ, അത് കേരളത്തിലെ ഞാൻ ആദ്യം ചരിത്രം എന്ന് പറഞ്ഞപ്പോൾ സാക്ഷാൽ ശ്രീധരമേനോൻ സാറിലേക്കാണ് ആദ്യം പോയത്. ശ്രീധരമേനോൻ സാറ് എറണാകുളം ജില്ലക്കാരനാണ്. ഈ മനുഷ്യൻ വിചാരിച്ച മനുഷ്യൻ എറണാകുളത്തുകാരനാണ്. ആണോ സാർ? അതെ. എറണാകുളത്താണ്. എറണാകുളം ജില്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പോഗ്രാഫിക് എറ്റിമോളജിയുടെ ലിറ്ററേച്ചർ, സ്ഥലനാമ ചരിത്രത്തിൽ ഈ ഓരോ ഇടത്തിനും ആ പേര് കിട്ടിയതിന് പിന്നിലുള്ള ഐതിഹ്യവും ചരിത്രവും ചികഞ്ഞെത്തി അത് അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും ഗംഭീരമായ പുസ്തകം. പക്ഷേ സത്യം പറഞ്ഞാൽ അത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത് ഇത് പൂർണ്ണമല്ല എന്നാണ്, അത് അപൂർണമാണ് എന്നാണ്. കാരണം കേരളത്തിൻ്റെ ടോപ്പോഗ്രാഫിയിൽ എല്ലാ ദിശകളിലേക്കും സർവ്വദിശകളിലേക്കും എത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളിലെ സ്ഥലനാമങ്ങൾ മാത്രം എന്നാണ്. ഇപ്പോൾ പക്ഷേ പല പ്രസിദ്ധീകരണങ്ങളിലും സ്ഥലനാമ ചരിത്രങ്ങൾ ധാരാളമായി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടി തന്നെയായിരുന്നു അതിലുള്ള ഏറ്റവും വലിയ ആധികാരിക രേഖയായി കരുതപ്പോന്നിരുന്നത്. സാഹിത്യ അക്കാദമി അദ്ദേഹത്തിന് സമഗ്ര സംഭാവന പുരസ്കാരവും നൽകി. സോ താങ്കൾ വിചാരിച്ചത് അദ്ദേഹം തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. അത് സാക്ഷാൽ VVK വാലത്താണെങ്കിൽ. ആണോ സാർ? VVK വാലത്തെന്ന വടക്കേ വാലത്ത് കൃഷ്ണൻ, ചരിത്രകാരൻ, കവി, എഴുത്തുകാരൻ. 2ാം ലോക മഹായുദ്ധകാലത്ത് ഒരു സിവിലിയൻ ക്ലർക്കായി പട്ടാളത്തിൽ ചേർന്നു.
ബാംഗ്ലൂരിലെ വൈറ്റ്ഫീൽഡ് അമ്യൂണിഷൻ ഡെപ്പോവിൽ ജോലി ചെയ്യവേ സ്വാതന്ത്ര്യ സമരത്തെ അനുകൂലിച്ചെഴുതിയതിനാൽ പിരിച്ചുവിടപ്പെട്ടു. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടു. എറണാകുളത്ത് നിന്നും നവയുഗം വാരിക പ്രസിദ്ധീകരണം തുടങ്ങിയപ്പോൾ സഹപത്രാധിപരായി നിയമിക്കപ്പെട്ടു. മലയാള സാഹിത്യത്തിലും കേരള ചരിത്രത്തിലും വാലത്ത് അടയാളപ്പെടുത്തിയത് സ്ഥലനാമങ്ങളെയും പ്രാദേശിക ചരിത്രങ്ങളെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളായിരുന്നു. പിൽക്കാലത്ത് കേരള ചരിത്രത്തിൽ ഗവേഷണം നടത്തുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മുതൽക്കൂട്ടാവുന്ന കൃതികളാണ് അദ്ദേഹത്തിന്റെ രചനയിൽ പിറന്നത്. NBS പ്രസിദ്ധീകരിച്ച വിശ്വവിജ്ഞാനകോശം പതിപ്പുകളിൽ പ്രാചീന കേരളത്തെ സംബന്ധിച്ച ഒട്ടനവധി ലേഖനങ്ങൾ അദ്ദേഹത്തിന്റേതാണ്. നിരവധി കവിതകളും നോവലുകളും രചിച്ച വാലത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം, സ്ഥലനാമചരിത്ര സൊസൈറ്റി ഫെലോഷിപ്പ് മുതലായ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയ്ക്ക് ശബ്ദധാരാവലിയും വെട്ടമ്മാണിക്ക് പുരാണിക് എൻസൈക്ലോപീഡിയയും ആണ് എങ്കിൽ വാലത്തിൻ്റേത് സ്ഥലനാമ ചരിത്രമാണ്. കേരളത്തിലെ സ്ഥലങ്ങളുടെ ചരിത്രം അന്വേഷിച്ച് പോകുന്നത് രസമാണ്. കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡിൽ കൊല്ലത്തുകാരൻ വന്നപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കൊല്ലവർഷത്തിന് ആ പേര് വരാൻ കാരണം കൊല്ലത്ത് നിന്ന് തുടങ്ങിയതുകൊണ്ടാണ് എന്ന്. കൊള്ളാം എന്ന് പറഞ്ഞത് കൊല്ലമായെന്നും അല്ല, കൊല്ലാം എന്ന് പറഞ്ഞത് കൊല്ലമായെന്നും ആളുകൾ പറയുന്നുണ്ട്. അനീഷ പ്ലീസ്. ഇത് ഞങ്ങളുടെ സ്നേഹോപഹാരമാണ് സർ. സന്തോഷം സർ. അദ്ദേഹം ദാമോദരൻ മാഷ് മലബാറിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന്, മാതമംഗലത്ത് നിന്നെത്തി അനുഭവങ്ങളുടെ സഹയാത്രികനാണ്. അശ്വമേധത്തിൽ ഒപ്പം നിന്നതിന് അദ്ദേഹത്തിന് ആദരവ്, സ്നേഹം. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പ്രത്യേക ദിവസത്തിൽ അടുത്ത വ്യക്തിയെ കാത്തിരിക്കാം. സ്റ്റേ ട്യൂൺഡ്.